എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വരേണ്ടതാണ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അതായത് തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യം തന്നെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ മാറ്റിയിട്ട് വേണം ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് മീഡിയൻ്റെ ബ്രാക്കറ്റിൽ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ എന്ന് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ സൈസ് ഓഫ് n+1/2th ഐറ്റമാണ്. ഇതിൽ n എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്, എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ടോ അതിൻ്റെ എണ്ണമാണ് n എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ n എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ n എന്ന് പറയുന്നത് വെൻ n ഈസ് ഈവൺ ആണെങ്കിൽ, അതായത് 2, 4, 6, 8 അങ്ങനെ ഡിവിസിബിൾ ബൈ 2 ആയിട്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റണ നമ്പറാണ്. അതായത് ഈവൺ നമ്പർ ആണെങ്കിൽ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കണതിൻ്റെ ഇക്വേഷൻ n/2th ഐറ്റം പ്ലസ് n/2 പ്ലസ് 1th ഐറ്റം ബൈ 2 ആണ്. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പറിൻ്റെ എണ്ണം ഒരു 10 ആണെങ്കിൽ അതിന് നമുക്ക് ഡിവിസിബിൾ ബൈ 2 ആണെന്ന് മനസ്സിലാക്കാം. അതന്നെയല്ല, 10 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണെന്നറിയാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ഈ രണ്ടാമത്തെ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. നമുക്കിത് രണ്ടും വരുന്ന ഓരോ പ്രോബ്ലംസ് ചെയ്യാം, അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഇൻഡിവിജ്വൽ സീരീസിൽ ഒരു മീഡിയൻ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ മീഡിയൻ ഫോർ ദി ഫോളോയിങ് വാല്യൂസ്. അപ്പോൾ ആദ്യം തന്നെ നോട്ട്ബുക്കിലേക്ക് ഇത് എഴുതിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാവും. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു 4, 45, 60 അങ്ങനെ തുടങ്ങുന്ന 52 വരെ തന്നിട്ടുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മീഡിയൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, മീഡിയൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ തന്നെ ഒന്നില്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ തന്നേക്കുന്ന ഡാറ്റാസിനെ മാറ്റേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യം അസെൻഡിങ് ഓർഡറിലാണ് ഈ ഡാറ്റേനെ ഏതെങ്കിലും ഒരു രീതിയിൽ മാറ്റിയാൽ മതിയാകും. അപ്പോൾ നമുക്കിതിനെ അസെൻഡിങ് ഓർഡറിൽ മാറ്റാം. അപ്പോൾ ഈ തന്നേക്കുന്ന വാല്യൂസിൽ ചെറുത് മുതൽ വലുത് വരെയായിട്ട് എഴുതുക. അപ്പോൾ 4, 11, 12, 19, 20 ഈ തന്നേക്കുന്ന നമ്പറിനെ അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതിയേക്കുന്നു. അതിനുശേഷം മീഡിയൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. സൈസ് ഓഫ് n+1/2th ഐറ്റം ഈ ഇക്വേഷൻ ആണോ അതോ രണ്ടാമത്തെ ഇക്വേഷൻ ആണോ എന്നറിയാൻ നമ്മൾ ആദ്യം തന്നെ n എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഓഡ് നമ്പറാണ്. n എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ സൈസ് ഓഫ് n എന്നുള്ളത് 11+1/2th ഐറ്റം. അപ്പോൾ സൈസ് ഓഫ് 6th ഐറ്റം എന്ന് കിട്ടും. ഇതിൽ 6th ഐറ്റം ഏതാണെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6 26 ആണ്. അപ്പോൾ നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് 26 ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. കാൽക്കുലേറ്റ് മീഡിയൻ. കുറച്ച് വാല്യൂസ് തന്നേക്കുന്ന അതിൽ നിന്ന് മീഡിയൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. തന്നേക്കുന്ന വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റി എന്നിട്ട് നമുക്ക് n കണ്ടുപിടിക്കണം. n എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 10. n എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ്. അപ്പോൾ അത് ഡിവിസിബിൾ ബൈ 2 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈവൺ നമ്പർ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് n/2th ഐറ്റം പ്ലസ് n/2 പ്ലസ് 1th ഐറ്റം ആണ്. ബൈ 2 ഉണ്ട് കേട്ടോ, ഹോൾ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. അപ്പം n എന്ന് പറയുന്നത് 10/2 ആണ്. അപ്പോൾ അത് വെച്ച് കാണുമ്പോൾ നമുക്ക് 10/2 എന്ന് പറയുമ്പോൾ 5th ഐറ്റം വരും. 10/2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 6th ഐറ്റം വരും. അപ്പോൾ 5th ഐറ്റം എന്ന് പറയുന്നത് 1, 2, 3, 4, 5 50 ആകുന്നു. അപ്പോൾ നമ്മൾ 50 എഴുതി. പ്ലസ് 6ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് 52 ആകുന്നു. അപ്പോൾ നമ്മൾ അതും ഇവിടെ എഴുതി. 50 + 52/2 എന്ന് പറയുമ്പോൾ ആൻസർ നമുക്ക് 51 ലഭിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, n ഓഡ് നമ്പർ ആണെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. n ഈവൺ നമ്പർ ആണെങ്കിൽ ഈ ടൈപ്പ് ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഈ കാര്യമാണ് ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കാണാൻ ശ്രദ്ധിക്കേണ്ടത്. തന്നിരിക്കുന്ന ഡാറ്റാസിനെ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. n ഈവൺ ആണോ ഓഡ് ആണോ എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ആണ് വരുന്നത്. മീഡിയൻ ഡിസ്ക്രീറ്റ് സീരീസിൽ സൈസ് ഓഫ് n+1/2th ഐറ്റമാണ്. n എന്ന് പറയുന്നത് σf ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആകുന്നു. കണ്ടിന്യൂസ് സീരീസിൽ l+n/2 -cf/f × i, അല്ലെങ്കിൽ ഈ CFൻ്റെ പകരം ക്യാപിറ്റൽ ലെറ്റർ എഫും ഈ സ്മോൾ ലെറ്റർ എഫ് ഫ്രീക്വൻസി തന്നെയാണ്, അതും
പിന്നെ ഐക്ക് പകരം സിയും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിലെ പ്രോബ്ലംസ് ഒന്നും അങ്ങനെ വരാറില്ല. നമുക്ക് കണ്ടിന്യൂസ് സീരീസിലെ പ്രോബ്ലമാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് സീരീസിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ എല്ലും എഫും സി എഫും ഒക്കെ പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് സീരീസിൽ ഒരു പ്രോബ്ലം ചെയ്യാം. കണ്ടിന്യൂസ് സീരീസിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് തന്നേക്കുന്ന ഇൻ്റർവെല്, അതായത് നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ ഒരു ക്ലാസ് ഇൻ്റർവെല് തന്നിട്ടുണ്ടല്ലോ, അത് ഇൻക്ലൂസീവ് മോഡലാണോ എക്സ്ക്ലൂസീവ് മോഡലാണോ എന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇത് എക്സ്ക്ലൂസീവ് മോഡലാണ്. നമുക്കപ്പോൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല, നേരിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ആ സമയം അത് ഇൻക്ലൂസീവ് ആണെങ്കിൽ അതിനെ എക്സ്ക്ലൂസീവിലോട്ട് മാറ്റിയിട്ട് വേണം നിങ്ങൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ. എക്സ്ക്ലൂസീവ് എന്ന് ഉദ്ദേശിച്ചത് 0 to 10 ഇതിൻ്റെ അപ്പർ ലിമിറ്റാണ്, നെക്സ്റ്റ് ഇൻ്റർവെല്ലിൻ്റെ ലോവർ ലിമിറ്റ്. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവ് മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒന്നും തന്നെ ചെയ്യേണ്ട. എക്സ്ക്ലൂസീവ് മോഡലാണെങ്കിൽ നമുക്ക് നേരിട്ട് എൻ്റർ ചെയ്യാം. അല്ല ഇൻക്ലൂസീവ് മോഡലാണെങ്കിൽ നിങ്ങൾ അതിനെ എക്സ്ക്ലൂസീവ് മോഡലാക്കിയിട്ട് വേണം മീഡിയൻ കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു കാര്യമാണ് ഈ പ്രോബ്ലങ്ങളിൽ കണ്ടിന്യൂസ് സീരീസിൽ ഓർത്ത് വെക്കേണ്ടത്. കമ്പ്യൂട്ട് മീഡിയൻ 0 to 10, 10 to 20, 20 to 30, അങ്ങനെ 50 to 60 വരെ തന്നേക്കുന്നു. ഫ്രീക്വൻസി ഓരോന്നിൻ്റെയും 0 to 10ൻ്റെ ഫ്രീക്വൻസി 8, 10 to 20യുടെ 12, അങ്ങനെ 50 to 60 7 വരെ തന്നേക്കുന്നു. അപ്പോൾ നമുക്ക് ഇതാണ് ഈ റെഡിങ്ങിൽ എഴുതിയേക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കിതിൽ കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണം. അപ്പോൾ തന്നേക്കുന്ന ഡാറ്റാസിൻ്റെ ക്ലാസ്സും ഫ്രീക്വൻസിയും നമ്മൾ താഴോട്ട് എടുത്ത് എഴുതുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ്സിന് എക്സ് എന്നും ഫ്രീക്വൻസിനെ സ്മോൾ ലെറ്റർ എഫ് എന്നും പറഞ്ഞ് നമ്മളത് എഴുതുന്നു. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി എഫ് ആണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരാൻ കാരണം നമ്മുടെ ഇക്വേഷനിൽ L+N/2 - CF അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എഫ്. അപ്പോൾ സി എഫ് എന്ന് പറയുമ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ആവശ്യകത ഇവിടെ ഉണ്ട്. അപ്പോൾ ബൈ എഫ് ഇൻറ്റു ഐ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഈ ഫ്രീക്വൻസിയുടെ ആദ്യത്തെ നമ്പർ തന്നെ നമ്മൾ ഇവിടെ എടുത്ത് എഴുതാം. അതിനുശേഷം 8 + 12 അപ്പോൾ 20 കിട്ടും. അതിന് 20 + 20 40, 40 + 23 അപ്പോൾ 63, 63 + 18 81, 81 + 7 88. അപ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. അതിനുശേഷം നമുക്ക് ഈ ഇക്വേഷനിൽ n/2 കാണണം, 2th ഐറ്റം കാണണം. അപ്പോൾ നമ്മൾ n/2 എന്ന് പറയുന്നത്, n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് n. അപ്പോൾ നമ്മൾ n/2 = 88/2 എന്ന് പറയുമ്പോൾ 44 ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 44 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് നോക്കേണ്ടത്. ഈ 44 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 40-ലല്ല ഉൾപ്പെടുന്നത്, 63-ലാണ് ഉൾപ്പെടുന്നത്. കാരണം 40-ൽ 44 ഉൾപ്പെടുന്നില്ല, 63-ലാണ് 44 ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 63, 23, 30 to 40 ആ റോയെ അങ്ങോട്ട് നമ്മൾ സർക്കിൾ ചെയ്ത് കൊടുത്തു. ഓപ്ഷനിലേക്ക് ഈ ഓരോ ഒന്നിനെയും നമുക്ക് അപ്ലൈ ചെയ്യണം. ആദ്യം തന്നെ n/2 കണ്ടുപിടിച്ചു 44. ആ സി എഫിൽ ഏതിൻ്റെ ഉള്ളിലാണ് ഉൾപ്പെടുന്നതെന്ന് കണ്ടുപിടിക്കുക. 44 ഇൻക്ലൂഡഡ് ഇൻ 63, 63യുടെ ഉള്ളിലാണ് 44 ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു സർക്കിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇക്വേഷനിലേക്ക് ഓരോന്നിനെയും എടുത്ത് അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ L+N/2 - CF/F × I ആണ്. ഇപ്പം L എന്ന് ഉദ്ദേശിക്കുന്നത് ലോവർ ലിമിറ്റാണ്. അപ്പം നമ്മൾ കണ്ടുപിടിച്ച 63-ലെ ഏത് ക്ലാസ്സിലാണോ വരുന്നത് അതിൻ്റെ ലോവർ ലിമിറ്റ്. അപ്പോൾ 30 to 40 എന്ന് പറയുമ്പോൾ അതിൻ്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? 30 അല്ലേ? അപ്പോൾ നമ്മൾ ആ ലോവർ ലിമിറ്റിൻ്റെ അവിടെ 30 കൊടുക്കണം. പ്ലസ് n/2 നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി, 44 കൊടുക്കണം. മൈനസ് CF എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ 63 ആണ് CF കിട്ടിയേക്കുന്നത്. പക്ഷെ അത് എഴുതാൻ പാടില്ല. അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് എന്താണോ അതാണ് നമ്മൾ CF ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. 63 എഴുതാൻ പാടില്ല. അതിൻ്റെ തൊട്ട് മുകളിലുള്ള നമ്പർ ഏതാണോ അതാണ് CF ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ അത് 40 ആണ്. ബൈ സ്മോൾ ലെറ്റർ F എന്ന് പറയുന്നത് 23. 23 ഇൻറ്റു I എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിൻ്റെ ഡിഫറൻസസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് നമുക്ക് കണ്ടാൽ അറിയാം 10 ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ I എന്ന് ഉദ്ദേശിക്കുന്നത് 10 ആയിട്ട് വരും. അതിനുശേഷം നമുക്കിത് ആൻസർ ചെയ്യാം. ഇപ്പോൾ 30 പ്ലസ് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അത് ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് 1.73 ലഭിക്കും. അത് 30യുടെ കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 31.73 ലഭിക്കും. ഇതെല്ലാം ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.
നെക്സ്റ്റ് മീഡിയൻ തന്നെ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇതിൽ സ്കോഴ്സും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു കാര്യം നോക്കുക, ഇത് ഇൻക്ലൂസീവ് മോഡലാണോ എക്സ്ക്ലൂസീവ് മോഡലാണോ എന്ന് നോക്കുക. ഇത് തന്നേക്കുന്നത് ഇൻക്ലൂസീവ് മോഡലാണ്. കാരണം ആദ്യത്തേതിൻ്റെ അപ്പർ ലിമിറ്റ് നെക്സ്റ്റിൻ്റെ ലോവർ ലിമിറ്റ് ആകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇൻക്ലൂസീവ് മോഡലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനെ എക്സ്ക്ലൂസീവ് മോഡലാക്കിയിട്ട് വേണം നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് സ്കോറിനെ എക്സ്ക്ലൂസീവ് മോഡലാക്കാം. എക്സ്ക്ലൂസീവ് മോഡലാക്കാൻ ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 മൈനസ് ചെയ്യുക, അപ്പർ ലിമിറ്റിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവായി മാറ്റും. ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 മൈനസ് ചെയ്യുക, അപ്പർ ലിമിറ്റിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവിൻ്റെ സീരീസ് കിട്ടും. അതിനുശേഷം നമുക്ക് തന്നേക്കുന്ന ഫ്രീക്വൻസി അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക. CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം. ആദ്യത്തെ ഫ്രീക്വൻസി അങ്ങനെ തന്നെ എഴുതാം. 1 + 2 3, 3 + 4 7, 7 + 8 15, 5 + 10 25. അതിനുശേഷം നമുക്ക് n/2 ആണ് കണ്ടുപിടിക്കേണ്ടത്. n/2 എന്ന് പറയുമ്പോൾ നമുക്ക് എഫിൻ്റെ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് n ഉദ്ദേശിക്കുന്നത്. അപ്പോൾ n/2 എന്ന് പറയുമ്പോൾ 12.5 കിട്ടി. ഈ 12.5 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതിലാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. 15ലാണ് 12.5 ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്കതൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. L എന്ന് പറയുന്നത് ഇതിൻ്റെ ലോവർ ലിമിറ്റ് പ്ലസ് n/2 എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 12.5 മൈനസ് CF എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ CFൻ്റെ തൊട്ട് മുകളിലുള്ളത് 7 എന്നുള്ളതാണ്. അപ്പോൾ 7/8 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഫ്രീക്വൻസി, അത് 8 ഇൻറ്റു I എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ഡിഫറൻസസുകൾ. ഇപ്പോൾ 19.5 24.5 ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഡിഫറൻസ് കോമൺ ആണ്. അപ്പോൾ നമുക്കതിനെ 5 എന്നിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിൻ്റെ ആൻസർ, ബ്രാക്കറ്റിന് ഉള്ളിലുള്ളതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം 34.5 വെച്ചിട്ട് ആഡ് ചെയ്യുക. ഈ രീതിയിൽ ചെയ്താലേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഇതും കൂടി ആഡ് ചെയ്യരുത്. ആദ്യം ബ്രാക്കറ്റിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം 34.5 വെച്ചിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മീഡിയൻ ലഭിക്കും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.